സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ഭാരവാഹികൾ സന്ദർശനം നടത്തി. പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം ചെയർമാൻ രുവൽ സിംഗ് നിർവഹിച്ചു. ഒരു മതേതര വയോജന കേന്ദ്രം കെട്ടിപ്പടുത്തുവാനാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. ഈ കൂട്ടുകുടുംബം ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ് അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങളിവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3.5 വർഷം പിന്നിടുകയാണ് ഈ കുടുംബം രൂപം കൊണ്ടിട്ട്. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഇതിൻ്റെ പ്രയാണം തുടങ്ങിയിരിക്കുന്നത് തന്നെ. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടാണ് ആദ്യമായി ചാരിറ്റി പ്രവർത്തനം രൂപം കൊണ്ടത്. ഏതാണ്ട് 8 വർഷം കൊണ്ട് സമുദ്ര നേതൃത്വത്തിൽ സൗജന്യ ആംബുലൻസ് സർവീസ് ഒരാളിൽ നിന്ന് കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങാതെയാണ് അതിൻ്റെ സർവീസ് സൗജന്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾക്കാണ് അതിൻ്റെ പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 7 വർഷം കൊണ്ട് സമുദ്ര നേതൃത്വത്തിൽ നേത്ര ചികിത്സാ ക്യാമ്പ് എല്ലാ മാസവും സംഘടിപ്പിക്കുന്നുണ്ട്. 700 പേർ ക്യാമ്പിൽ സംഘടിപ്പിച്ച് എത്തുമ്പോൾ ഏതാണ്ട് 200ഓളം ആളുകളെയാണ് നമ്മൾ കണ്ണിൻ്റെ ചികിത്സയിലൂടെ ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചവർ വീടുകളിലേക്ക് എത്തിക്കുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് തുടങ്ങി അന്ന് മുതൽ അവിടെ കാഷ്വാലിറ്റി ഫണ്ടിൽ ഞങ്ങളൊരു അലമാര സ്ഥാപിച്ചിട്ടുണ്ട്. ആക്സിഡൻറ്റ് സംഭവിച്ചെത്തുന്നവർക്കും മരണപ്പെടുന്നവർക്കും സൗജന്യമായി പുതുവസ്ത്രങ്ങൾ അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ PSCയുടെ സൗജന്യ സെൻറ്റർ ഉണ്ടായിരുന്നു. തൽക്കാലത്തേക്ക് സാമ്പത്തിക ബാധ്യത കാരണം നിർത്തിവെച്ചിരിക്കുകയാണ്. സമുദ്രാഭിഷൻ TV എന്ന യൂട്യൂബ് ചാനൽ കൂടി ഇതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. ഏതാണ്ട് 70ഓളം അച്ഛന്മാരും അമ്മമാരാണ് സമുദ്രതീരത്തിലൂടെ കടന്നുപോയത്. ഞങ്ങൾ സമുദ്രതീരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ വയോജന കേന്ദ്രത്തിനപ്പുറം കൊണ്ടുതള്ളുന്നതോ റെക്കമെൻഡുകളോ സമ്പത്ത് മേടിച്ചോ ഒരു അഡ്മിഷൻ ഞങ്ങൾ ഇന്ന് വരെയും ഏറ്റെടുത്തിട്ടില്ല. ആരുമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 70ഓളം ആൾക്കാരെ ഞങ്ങൾ കണ്ടെത്തിയതും തിരിച്ച് 35ഓളം ആളുകളെ അവരുടെ കൂരയിലേക്ക് ഞങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞതും. നിയമ പോരാട്ടം വരെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും ആ 35ഓളം ആളുകളെ ഞങ്ങൾ അവരുടെ വീട്ടിൽ എത്തിച്ചെങ്കിലും എല്ലാ മാസവും ഞങ്ങൾ അവരെ പോയി കണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. ഈ കുടുംബം വീണ്ടും പുതിയൊരു മന്ദിരത്തിൻ്റെ പണിപ്പുരയിലാണ്. ഏതാണ്ട് ആ പണി പൂർത്തീകരിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് 3.5 കോടി രൂപ ചെലവഴിച്ചാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം കൂടി നടക്കാൻ പോവുകയാണ്. ഇവിടെ അച്ഛന്മാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അമ്മമാരെ ഇവിടെ തന്നെ താമസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ വീണ്ടും നടത്തിക്കൊണ്ടു പോകുന്നത്. തുടർന്ന് റവറൻഡ് ഫാദർ വർഗീസ് തുണ്ടിൽ എപ്പിസ്കോപ്പ എങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് സംസാരിച്ചു. സമുദ്രതീരം എന്ന ഈ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ വലിയൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ സമുദ്രതീരമായി ഇതിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്ത് അവൻ നേടി എന്ന് ചോദിച്ചാൽ മനുഷ്യ ഹൃദയങ്ങളെ നേടുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നാം ഒന്നും നേടുന്നില്ല. ഈ പ്രസ്ഥാനം നടത്തുന്ന പ്രിയ ഡയറക്ടർ സാറിനെയും ഇതിൻ്റെ എല്ലാ അംഗങ്ങളെയും, പ്രത്യേകിച്ച് ഭാര്യ, മക്കൾ, അമ്മ, അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന പ്രിയ മാതാപിതാക്കൾ എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഈ വലിയ ദൈവത്തിൻ്റെ പദ്ധതി, ഈ വലിയ ദൈവികമായ സാന്നിധ്യം അത് നിലനിർത്തിക്കൊണ്ട് ഇതാ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവാൻ ഇവർക്ക് മാത്രമല്ല മറ്റനേകർക്കും പുതിയ സ്ഥാപനം, പുതിയ ബിൽഡിംഗ് വയ്ക്കുന്നു. ഇതുപോലെ മറ്റ് അനേകർക്കും തള്ളപ്പെടുന്ന പാർശ്വപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്രദമായി തീരട്ടെ എന്ന പ്രത്യേകം ആശംസിക്കുകയും ഇതിനുവേണ്ടി അത്യുത്ഥാനം ചെയ്യുന്ന ഈ കുടുംബത്തെ, ഈ സമുദ്ര കുടുംബത്തെ പ്രത്യേക കരങ്ങൾ സമർപ്പിക്കുകയും ഞങ്ങൾ ഇടവയുടെ പേരിൽ എല്ലാവിധമായ ആശംസകളും എല്ലാവിധമായ അനുഗ്രഹങ്ങൾ ദൈവം നൽകേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്രകാരം ഇവിടെ വരുവാനും നിങ്ങളെ ഒരുമിച്ച് കാണുവാനും സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുൻ മെമ്പർ അന്നമ്മ ചാക്കോ,
അമ്മിണി ജോർജ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടു. ആംബുലൻസ് നൽകി സഹായിക്കുന്നതും മെഡിക്കൽ കോളേജിൽ പുതുവസ്ത്രങ്ങൾ നൽകുന്നത് അതൊക്കെ ഒരു വലിയ വലിയ സംഭവം തന്നെയാണ്. എത്രയോ പേർ ആവശ്യം പോലെ പൈസ ഉണ്ടായിട്ടും ആവശ്യം പോലെ ധനവും സമ്പത്തും ഉണ്ടായിട്ടും ഒന്ന് കൊടുക്കുവാൻ മനസ്സില്ലാതെ, ഹൃദയത്തെ ഒന്ന് തുറക്കുവാൻ മനസ്സില്ലാതെ, മറ്റൊരാളെ ഒന്ന് സഹായിക്കാൻ മനസ്സില്ലാതെ കെട്ടിവെച്ചുകൊണ്ട് പോകുമ്പോഴിത് ആരും കൊണ്ടുപോകുന്നില്ല. അതൊന്നും ചിന്തിക്കാതെ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുവാൻ മടിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമുക്ക് തന്നെ അറിയാം. അങ്ങനെ ഉള്ളപ്പോൾ ഈ ചെറിയ സഹായങ്ങളെയൊക്കെ കൂട്ടി വൻ കാര്യങ്ങളാകെ ചെയ്തു മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിയുന്ന അത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ഈശ്വരനെടുത്ത് ഉപയോഗിക്കട്ടെ, അനേകം ജീവിതങ്ങളെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയട്ടെ. ഒരു കുടുംബം മുഴുവനായി ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് അതൊരു വലിയ സംഭവം തന്നെ. സാധാരണ വീട്ടിലെ ഗ്രഹനായകൻ എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ, ഒരു ജോലിക്കായാലും ബിസിനസ്സിനായാലും എന്തെങ്കിലും ചെയ്താൽ ഭാര്യയും മക്കൾ വേറെ കാര്യത്തിലും ഇടപെടും, അമ്മ വേറെ ഇടപെടും, ഒരു പ്രോത്സാഹനമൊക്കെ കൊടുക്കുമെങ്കിലും ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വളരെ അത്യപൂർവമായ ഒരു കാഴ്ച തന്നെയാണ്. ഈശ്വരൻ കനിഞ്ഞ് അളവില്ലാത്ത അനുഗ്രഹങ്ങൾ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി അദ്ദേഹത്തെ ഇനിയും ഒരുപാട് കാലങ്ങൾ ആയുരാരോഗ്യത്തോടെ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ അന്തേവാസികളായ എല്ലാവർക്കും നന്മയും സ്നേഹവും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. പാത കാട്ടുക നാഥ, പാവങ്ങൾ ഞങ്ങളാശ്വസിക്കട്ടെ ദേവ നിന്തിരു സന്നിധിയിൽ. നിങ്ങളെ കാണുകയും നിങ്ങളോടൊപ്പം സഹകരിക്കുകയും അതിനു വേണ്ട പ്രചോദനം നൽകുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി അത് നമ്മൾ പരസ്യമായിട്ട് പറയുന്നതല്ല, ഇപ്പോഴും ഞാൻ കണ്ടറിഞ്ഞത് കൊണ്ട് എനിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു അഗതി മന്ദിരം ഇത് കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്യുന്നതിന് വളരെ സന്തോഷത്തോടെ നിങ്ങളോട് ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ ഈ വാക്കുകളിൽ നിന്നും പിൻവലിക്കുന്നു. സമുദ്രതീരം വയോജന കേന്ദ്രത്തിലെ അച്ഛനമ്മമാർ സന്ദർശകർക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. നിത്യവിശുദ്ധയാം കന്യാമറിയം നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ, മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. രാധാസമേത കൃഷ്ണ കൃഷ്ണ രാധാസമേത കൃഷ്ണ നന്ദകുമാര നവനിത സോരേ നന്ദകുമാര നവനിത സോരേ വൃന്ദാവന സുനന്ദമുരാരേ. തുടർന്ന് ഫാദറും ഭാരവാഹികളും ചേർന്ന് പ്രാർത്ഥനാഗീതം ആലപിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിന് ക്രമീകരണം ചെയ്യുന്ന ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും തിരുകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ഇതിൻ്റെ കരുണയിൽ ഇവിടുന്ന് കാക്കണമേ, കൃപയിൽ സൂക്ഷിക്കണമേ. ദൈവമേ, ഇവിടെ ആയിരിക്കുന്നതിൻ്റെ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന ആരോഗ്യവും ബലവും ബുദ്ധിയും ദൈവ കൃപകളും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. സൗഖ്യത്തോടും സമാധാനത്തോടും പരസ്പര കരുതലോടും ഇവിടെ ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത ഒരിക്കലും ഉണ്ടാകാതെ, അതെ ഞങ്ങൾ ആരുമില്ലാത്തവരാണെന്ന ചിന്ത ഒരിക്കലും ഉണ്ടാകാതെ, അതെ ദൈവസ്നേഹത്തിൻ്റെ തണലിൽ നിന്റെ മക്കളായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കൂടെ ഇരിക്കണമേ, ബലപ്പെടുത്തണമേ.
ഈ സ്ഥാപനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിലായിരിക്കുന്ന അനേകരെയും നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവരെയൊക്കെയും നിന്റെ കരുതലിലും കാവലൂടെ സൂക്ഷിക്കണമേ. നിന്റെ സ്വർഗീയ നന്മ അനുഭവിക്കാൻ നിൽക്കുന്നവരെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയോട് അപേക്ഷിപ്പാനേ കഴിയുള്ളൂ. അവിടുന്ന് സകലത്തിനും മതിയായവനായ ദൈവം, അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ദൈവമേ ദൈവമേ ദൈവമേ, അവിടുന്ന് ഞങ്ങളിലൂടെ നൽകുന്ന എല്ലാ നന്മകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അത് അനേകർക്ക് പ്രയോജനപ്രദമായി പ്രവർത്തിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ. പ്രാർത്ഥന കടപ്പെട്ടി എല്ലാവരും തൃക്കൺ പാർക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അവിടുത്തെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം ഏവരോടെയും ഈ സ്ഥാപനത്തോടെയും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടെയും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളോടെയും ഇതിലപ്പോൾ അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോടെയും ഇപ്പോഴും ഇപ്പോഴും ഇന്നും എന്നേക്കുണ്ടാകുമാറാകട്ടെ. ആമേൻ. ഫാദർ വർഗീസ് തൊണ്ടിൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിക്കാൻ ഇടയായ സാഹചര്യങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തു. തുടർന്നും ഇത്തരം കൂട്ടായ്മ സന്ദർശനങ്ങൾ നടത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സ്ഥാപനത്തെക്കുറിച്ച് ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ശ്രീ റുവൽ സിംഗിനെ വളരെ അവിചാരിത ഒരു പ്രാവശ്യം കാണുവാനിടയായി. അപ്പോൾ ഇങ്ങനൊരു സ്ഥാപനത്തെക്കുറിച്ച് അറിയുവാനായിട്ട് സാധിച്ചു. ആ വിവരം ഞാൻ ശുശ്രൂഷിക്കുന്ന ദേവാലയമായ അടുത്തുള്ള സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ഇടവകയിൽ അനേകർക്ക് ഇത് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവിടെ വരണമെന്നും ഇവിടെ ഈ അച്ഛനന്മാരെ കാണണമെന്നും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ട് മനസ്സിലാക്കുവാനും അവരോട് അല്പസമയം ആയിരിക്കാനും അവസരം കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഇവിടെ വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് വന്നതല്ലേ, അപ്പം എന്താണ് അതിൽ കണ്ടെത്തുന്ന ഒരു സന്തോഷം? ഇത് പള്ളിയിലെ കുറച്ചാളുകളാണ്, എല്ലാവർക്കും കൂടെ വരാനായിട്ട് സാധിച്ചില്ല. എങ്കിലും എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഈ വർഷം അപ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനം നമ്മുടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് ഇവിടേക്ക് വരുവാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. ഇനിയും തുടർന്നും മറ്റുള്ള ആളുകൾ ഇവിടെ വരുവാൻ തക്കവണ്ണം വേണ്ടതായ പ്രചോദനം ഞങ്ങളിൽ നിന്ന് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ആ രീതിയിൽ അവരും വന്ന് കാണുവാനും ഈ സ്ഥാപനമായിട്ട് ചേർന്ന് നിൽക്കുവാനും ധാരാളം പേർക്ക് ഇടയാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു.